നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 249/2022 കാറ്റഗറി നമ്പറിൽ PSC നടത്തിയ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ജനറൽ PSCക്ക് ആവശ്യമുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. PSC നടത്തുന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും മിസ്സാക്കാൻ നമുക്ക് കഴിയില്ല. ഏത് ഭാഗത്തു നിന്നാണ് ജനറൽ PSCക്കാർക്ക്, അതായത് LD LGS പോലെ എഴുതുന്നവർക്ക് ഏത് ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ചോദിക്കാം അല്ലേ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് കയറാം. വരും. ആദ്യത്തെ ചോദ്യം, ദി ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് പംപ്ഡ് ഇൻ ടു അയോട്ട ഈച്ച് മിനിറ്റ് ബൈ ദി ഹാർട്ട് ഈസ്. ഉത്തരം കാർഡിയാക് ഔട്ട്പുട്ട്. അയോട്ടയിൽ ഒരു മിനിറ്റിൽ എത്ര ക്വാണ്ടിറ്റി രക്തം പമ്പ് ചെയ്യുന്നു എന്നാണ്, അതിനാണ് പറയുക കാർഡിയാക് ഔട്ട്പുട്ട്. ഹോർമോൺ സെക്രീറ്റഡ് ബൈ തൈറോയ്ഡ് ഗ്ലാൻഡ്സ് വിച്ച് റെഗുലേറ്റ്സ് ദി ബ്ലഡ് കാൽഷ്യം ലെവൽ. തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഏത് ഹോർമോണാണ് ബ്ലഡിലെ കാൽഷ്യം ലെവൽ നിയന്ത്രിക്കുന്നത്? കാൽഷ്യമാണല്ലേ. കാൽസിറ്റോണിൻ ഹോർമോണാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന കാൽസിറ്റോണിൻ ഹോർമോണാണ് ബ്ലഡിലെ കാൽഷ്യം ലെവൽ നിയന്ത്രിക്കുന്നത്. അത് നമുക്ക് അപ്പോൾ തന്നെ കിട്ടും. കാൽഷ്യം ലെവൽ കാൽസിറ്റോണിൻ ബ്ലഡിൽ എക്സസ് ഉള്ള കാൽഷ്യം ബോണുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കുറയ്ക്കും. ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ് പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി ടു ദി ബോഡി. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ബ്ലഡ് സെൽ ടൈപ്പ് ഏതാണ്? രോഗപ്രതിരോധ ശേഷി പ്രൊവൈഡ് ചെയ്യുന്നത് WBC വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന, അല്ലെങ്കിൽ വേറെ പേര് ലൂക്കോസൈറ്റ്സ് എന്നാണ്. WBCൻ്റെ വേറെ പേര് ലൂക്കോസൈറ്റ്സ്. ഈ ലൂക്കോസൈറ്റ്സിനുള്ള പ്രശ്നമാണ് ല്യൂക്കേമിയ, ബ്ലഡ് ക്യാൻസർ. ഇതിൻ്റെ എണ്ണം ക്രമാതീതമായി കൂടുന്നതിനെയാണ് ല്യൂക്കീമിയ എന്ന് പറയാം. ല്യൂക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ലിവർ. ലിവറിൻ്റെ ധർമ്മമല്ലാത്തത് ഏതൊക്കെയാണെന്ന് ആണ് ചോദിച്ചത്. എന്തൊക്കെയാണ് ലിവറിൻ്റെ ധർമ്മം? ഇവിടെ തന്നിരിക്കുന്നത് ഡീടോക്സിഫിക്കേഷൻ, സ്റ്റോറേജ്, പ്ലാസ്മ പ്രോട്ടീൻ സിന്തസിസ്. ശരീരത്തിൽ വരുന്ന വിഷാംശങ്ങൾ നിർവീര്യമാക്കുന്നത് കരളാണ് അല്ലേ, ഡീടോക്സിഫിക്കേഷൻ. വൈറ്റമിൻ A പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കരളിൽ. പിന്നെ ഏറ്റവും കൂടുതൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് കരളിലാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ നമ്മൾ കരളാണ് പറയാം കേട്ടോ. അടുത്തത്, ഇത് LDCക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഈസ് എ ഫങ്ഷൻ ഓഫ്. നമ്മളുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ, ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഈസ് എ ഫങ്ഷൻ ഓഫ് ഹൈപ്പോതലാമസ്. നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇൻ ആൻ അഡൾട്ട് മെയിൽ. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചത്. 2 മുതൽ 4 ലക്ഷം വരെയാണ് ഒരു വലിയ ആളുടെ അഡൾട്ട് മെയിലിൽ കാണേണ്ട പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ജനറൽ LD അല്ലെങ്കിൽ LGS ഒക്കെ എഴുതുന്ന, ജനറൽ PSC എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വേഗം വരാം. താങ്ക് യു.